ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ എൻ്റെ യാത്ര പോളണ്ടിലേക്ക്. രാവിലെ 9 മണിയായപ്പോൾ എയർപോർട്ടിൽ തന്നെ ഫ്രഷപ്പ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇറങ്ങി. പോളണ്ടിൻ്റെ കറൻസി യൂറോ അല്ല, സ്ലോട്ടിയാണ്. അതുകൊണ്ട് തന്നെ ബസ് കാർഡ് എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് നേരെ ഞാൻ പോയത് ഇൻ്റർവ്യൂവിനായിരുന്നു. ഇൻ്റർവ്യൂ കിട്ടി. എൻ്റെ ലാറ്റ്വിയൻ സ്റ്റുഡൻറ്റ് കാർഡ് പോളണ്ടിൻ്റെ കാർഡിലേക്ക് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഇൻ്റർവ്യൂ കിട്ടിയിട്ട് എന്ത് കാര്യം? അപ്പം നമ്മുടെ പോളണ്ട് യാത്ര വെറുതെ ആക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പോളണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഓൾഡ് ടൗണും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. എൻ്റെ മുമ്പിൽ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ബസിലിക്ക. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു സംഗീതം കേൾക്കാൻ സാധിക്കും. അതെന്താ കാരണം എന്ന് ഞാൻ വഴിയെ പറയാം. യൂറോപ്പിലെ ഓരോ രാജ്യത്തിനും അവരുടേതായ ഓൾഡ് ടൗണുകൾ ഉണ്ടാവും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ തെരുവുകളും കെട്ടിടങ്ങളും ഇന്നും അതേ പ്രൗഢിയോടെ അവരുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഓരോ കല്ലിലും ഓരോ തെരുവിലും അവരുടെ സംസ്കാരത്തിന്റെ അടയാളങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. യൂറോപ്പ് കാണാനിറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ യാത്രക്കാരും വന്നിരിക്കേണ്ട സ്ഥലമാണ് ഓൾഡ് ടൗണുകൾ. ഇവിടെയാണ് നമുക്ക് യൂറോപ്പിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ സാധിക്കുന്നത്. എൻ്റെ മുന്നിൽ കാണുന്നതാണ് ക്രാക്കോവിൻ്റെ മെയിൻ മാർക്കറ്റ് സ്ക്വയർ. ഇവിടെ കാണുന്ന ഈ മനോഹരമായ കെട്ടിടമാണ് സുക്കിയൻസ്ലേ അഥവാ ക്ലോത്ത് ഹാൾ. 13-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റ് മേരീസ് ബസിലിക്ക. ഇവിടെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഹെയ്നാൽ എന്നൊരു ട്രെംറ്റ് സംഗീതം കേൾക്കാൻ സാധിക്കും. മാങ്കോൾ ആക്രമണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനിടെ ഒരു കാവൽക്കാരൻ്റെ തൊണ്ടയിൽ അമ്പേറ്റു. അപ്പോൾ നിലച്ച സംഗീതത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും സംഗീതം പാതി വഴിയിൽ നിർത്തുന്നത്. ഈ കാണുന്നതാണ് പോളണ്ടിന്റെ രാജകൊട്ടാരം. സമയക്കുറവ് കൊണ്ടും ഹീറ്റ് വേവിന്റെ ചൂടുകൊണ്ടും എനിക്ക് യാത്ര തുടരാൻ സാധിച്ചില്ല. പോളണ്ടിന്റെ മുഴുവനായിട്ട് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.